പ്രിയ കേൾവിക്കാർക്ക് വീണ്ടും എന്റെ വന്ദനം അറിയിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. അതിനു മുന്നേ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ കൂടി ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ ഉള്ളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പലരും ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ സംജാതമായിരിക്കുന്നു. പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ സഭയ്ക്കായി സ്തോത്രം. ആരെല്ലാം മാറിപ്പോയാലും മറിഞ്ഞുപോയാലും മാറാത്തവനായ യേശുവിനെ ഞങ്ങൾ നോക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ മാത്രം നോക്കി ദൈവദിനം പഠിച്ച് നിത്യതയിൽ എത്തിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആദമിന്റെ വിവാഹം സംബന്ധിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏദൻ പൂങ്കാവനത്തിൽ വെച്ച് ആദമിനെയും അവയെയും തമ്മിൽ വേർതിരിച്ചു എന്നല്ലാതെ അവരെ വീണ്ടും തമ്മിൽ യോജിപ്പിച്ചതായിട്ട് ബൈബിളിന്റെ ചരിത്രത്തിൽ, മനുഷ്യചരിത്രത്തിന്റെ തുടക്കത്തിൽ എങ്ങും തന്നെ നാം കാണുന്നില്ല. നാം അതിനെക്കുറിച്ച് ശരിയായ ഒരു ധാരണയിൽ എത്തിച്ചേരേണ്ടതാണ്. ദൈവവചനമാണ് നമ്മളെ ശരിയായ ധാരണയിലേക്ക് എത്തിക്കുന്നത് എന്നോർക്കണം. ഈ വിഷയം സംബന്ധിച്ച് മനുഷ്യന്റെ വിവാഹം ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഒരു സ്ത്രീയെ പല ആളുകൾ വേട്ടു. പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ആർക്ക് ഭാര്യയായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവരുന്നയിച്ചല്ലോ. അവിടെ യേശു പറഞ്ഞത്, സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഇത് സത്യമാണ്. എന്നിട്ട് കർത്താവോട് പറഞ്ഞു, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവം വാസ്തവത്തിൽ ഏദൻ തോട്ടത്തിൽ അവരെ തമ്മിൽ കൂട്ടിച്ചേർത്തുവോ എന്ന് നാം ചിന്തിക്കുമ്പോൾ അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടതായി കാണുന്നില്ല. ദൈവം കൂട്ടിച്ചേർത്തത് ആദമിനെ ഹവ്വയും ആണ്. അത് സൃഷ്ടിയിലെയുള്ള ചേർപ്പാണ്. എന്നാൽ അവരെ രണ്ടാക്കിയതിനു ശേഷം വീണ്ടും കൂട്ടിച്ചേർത്തിട്ടില്ല. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ആദിയിൽ കർത്താവ് അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നല്ലാതെ ആദിയിൽ ദൈവം അവരെ കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞിട്ടില്ല. കൂട്ടിച്ചേർക്കപ്പെടുന്ന രംഗം എപ്പോഴാണ്? ആദിമചരിത്രം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പൂർവികന്മാരെല്ലാവരും ബോധിച്ചതുപോലെ സ്ത്രീകളെ എടുക്കുകയും അവരെ അവസരം പോലെ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് ബൈബിളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. 600 ഭാര്യമാരും 600 മക്കളും ഒക്കെ ഉള്ള വീരന്മാരെ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ പിൻപിലൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകളുടെ രോദനം, അവരുടെ കണ്ണുനീര്, അവരുടെ ദുഃഖം. അതിന് കാരണം മനുഷ്യന്റെ അധമമായ കാമാസക്തിയാണ്. അക്കാലങ്ങളിൽ നാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചറിയുന്നത് പോലെ നിയമം ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ജനം അധോഗതി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ മനുഷ്യനങ്ങനെ തുടർന്നു പോന്നു. ഒരുപാട് സ്ത്രീകളെ എടുത്തു, അവർക്ക് ധാരാളം മക്കളുണ്ടായി. ഈ ചരിത്രം തന്നെ ഇനി തുടർന്നു പോരുകയാണ്. മലാഖിയുടെ കാലം വന്നപ്പോഴാണ് ഈ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടുവാനായിട്ട് ഇഷ്ടം തോന്നിയത് എന്ന് കാണാം. അത് മുഴു ലോകത്തോടുമല്ല, ഇസ്രായേൽ ജനത്തോടും മാത്രം ദൈവം ഇടപെട്ടു. അതിനെ സംബന്ധിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇതര ജാതികൾക്കൊന്നുമില്ലാത്ത സവിശേഷത അവർക്ക് മാത്രമാണ് വിവാഹ സംബന്ധിയായി. അവരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ യൗവനത്തിലെ ഭാര്യയെ ഉപേക്ഷിക്കരുത്, എന്റെ യാഗപീഠത്തെ കണ്ണുനീരുകൊണ്ട് കൊതുക്കരുത്. നിന്റെ യൗവനത്തിലെ ഭാര്യയും നീയും തമ്മിൽ ഒത്തുചേർന്നപ്പോൾ, ലൈംഗിക ബന്ധത്തിൽ കൂട്ടിച്ചേരപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരുന്നു എന്ന് ദൈവത്തോട് പറയുന്നു. മലാക്കിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അത് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവന്റെ യാഗപീഠത്തെ കണ്ണീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. എന്നാൽ നിങ്ങളത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ
സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ. ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുകയും. മനുഷ്യൻ തന്റെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളേണ്ട കാര്യം അവിശ്വസ്തത സ്വന്തം ഭാര്യയോട് കാണിക്കരുത് എന്നുള്ളതാണ്. മനുഷ്യവർഗത്തിനെല്ലാം പറ്റിച്ചേരുവാനുള്ള ഒരു ആഗ്രഹം തുടിച്ചു നിൽക്കുന്നത് കാണാം. ഏവരെയും ആരെയും ഏതവസരത്തിലും ഒരു പറ്റിച്ചേരുവാൻ തയ്യാറാണ്. മനുഷ്യന്റെ ദുർസ്വഭാവമാണത്. പിശാച് വിതച്ച വിത്താണത്. ദൈവം സ്ഥാപിച്ചതല്ല എന്ന നിശ്ചയം നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ചെയ്തതുകൊണ്ട് മനുഷ്യന്റെ രക്തത്തിൽ പിശാച് വിതച്ച ഈ കാമാസക്തി അനേക സ്ത്രീകളുടെ കണ്ണുനീരിന് കാരണമായി യാഗപീഠത്തെ നിറച്ചുവെന്ന് മലാക്കി പറയുന്നു. ഇനി നിങ്ങളുടെ യാഗവസ്തുക്കൾ ഒന്നും ഞാൻ അംഗീകരിക്കുകയില്ല. കണ്ണുനീരാണ്, അവരുടെ കരച്ചിലാണ്, അവരുടെ ദുഃഖമാണ്, അവർക്ക് നിലവിളിയാണ്, വേദനയാണ്. അന്നാദ്യമായി ഇസ്രായേൽ ജനത്തിന് ലഭിച്ച മലാക്കി മുഖാന്തരമുള്ള ഈ മുന്നറിയിപ്പ് ഇസ്രായേല് ഇന്നും തുടരുന്നു. ഇതര ജാതികളെ സംബന്ധിച്ച് അങ്ങനെയൊന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവ് വന്നതിന് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു ചിട്ടയും വട്ടവും ഒക്കെ ഉണ്ടായത്. ഒരുത്തനൊരു ഭാര്യ, ഒരുത്തിക്കൊരു ഭർത്താവ് എന്നുള്ള പ്രമാണം സഭ മുഖാന്തരമാണ് വന്നത്. മനുഷ്യൻ എപ്പോൾ ഏത് സ്ത്രീയോട് പറ്റിച്ചേർന്നാലും ദൈവം അത് അറിയുന്നു. അതിനു മധ്യേ ദൈവം സാക്ഷിയാണ്. അവിശ്വസ്തത കാണിച്ചാൽ ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ഇത് സംബന്ധിച്ച് മാർമികമായിരിക്കുന്ന ഒരു സത്യം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. സ്വർഗരാജ്യ നിമിത്തം നിങ്ങൾ ഷണ്ണന്മാരായി തീരണം. ജന്മനാ ഷണ്ണന്മാരായ ഷണ്ണന്മാരുണ്ട്, മനുഷ്യർ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരുണ്ട്. എന്നാൽ നിങ്ങളെ സംബന്ധിച്ച് സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരായി തീർന്ന ഷണ്ണന്മാരുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞു, വരൻ ലഭിച്ചവരല്ലാതെ ഇത് ഗ്രഹിക്കുന്നില്ല. എന്താണ് ഈ വരം, പ്രിയപ്പെട്ടവരെ? ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ള ഒരു വരമല്ല. ഇത് സ്ത്രീകൾക്ക് കൂടെ ഉൾപ്പെടെയുള്ള ഒരു രഹസ്യവും മർമ്മവും വരവുമാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാർ മുഖാന്തരം പഠിപ്പിച്ചത്, വിശേഷിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവരിരുവരും ഒന്നായി ചേരും, പറ്റിച്ചേരും. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. നിങ്ങൾ സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരായി തീരണമെന്നുള്ള ഉപദേശം. സ്വർഗരാജ്യം എന്ന് പറയുന്നത് സഭ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. സഭയ്ക്കകത്ത് ഒരു വ്യക്തി ആയിത്തീരുമ്പോൾ, അല്ലെങ്കിൽ അവൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് വിശുദ്ധ സംസർഗത്തിൽ അല്ലെങ്കിൽ തിരുവത്താഴ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിക്കേണ്ടത്. എങ്ങനെ അപ്പോസ്തലന്മാർ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉഭയസമ്മതം ചെയ്തു വേണം ഭാര്യാഭർത്താക്കന്മാരായി തീരേണ്ടത്. ഉഭയസമ്മതത്തിന്റെ ഭാര്യയാണ്, യൗവനത്തിലെ ഭാര്യയാണ്. വിവാഹ ശുശ്രൂഷ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുവരുടെയും ഉഭയസമ്മതമാണ്. പരസ്പരം കൈചേർത്ത് പിടിച്ചിട്ട് സ്വർഗത്തെ സാക്ഷി നിർത്തി സദസ്സിന്റെ മുൻപാകെ
ശുശ്രൂഷകൻ അവരെ ഈ ഉടമ്പടിയിലേക്ക് നയിക്കുന്നത് കാണാം. മരണം നമ്മെ വേർപെടുത്തുന്നതുവരെ നാം ഒന്നായിരിക്കും ശരീരബന്ധത്തിൽ. പുരുഷൻ പറയും, നീ ജീവിച്ചിരിക്കെ ഞാനൊരു പരസ്ത്രീ സംഗമത്തിനു വേണ്ടി ഒരുങ്ങപ്പെടുകയില്ല. അതുപോലെ തന്നെ ഭാര്യ പറയേണ്ട പ്രതിഷ്ഠ, അങ്ങ് ജീവിച്ചിരിക്കുന്നതുവരെ, മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ ഞാൻ ഒരു പരപുരുഷ ബന്ധത്തിന് തയ്യാറാകുകയില്ല. ഇതാണ് സ്വർഗരാജ്യ നിമിത്തം പ്രതിഷ്ഠിക്കപ്പെട്ട ഷണ്ണത്വം. എന്നാൽ ഇത് അഴിഞ്ഞു പോകുന്നതാണ്. മരണത്തോടുകൂടി ഇതും ഇല്ലാതാകും. എന്നാൽ അഴിഞ്ഞു പോകാത്തൊരു വിവാഹമുണ്ട്. എന്നുമെന്നും പറ്റിച്ചേർന്നിരിക്കുന്ന ഒരു അനുഭവം കർത്താവും സഭയുമായും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ഈ രഹസ്യം, ഈ മർമ്മം നിങ്ങളോട് പറയുന്നത് നിങ്ങളെക്കുറിച്ചല്ല, നിങ്ങളുടെ ഈ ലൗകികമായിരിക്കുന്ന വീഴ്ചയെക്കുറിച്ചല്ല, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും കുറിച്ചത്രേ പറയുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് സാത്താൻ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്നവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. പൈശാചികനാണ് മനുഷ്യനെ പരപുരുഷ ഗമനത്തിലേക്കും പരസ്ത്രീ സംഗമത്തിലേക്കും ഹൃദയകാഠിന്യത്തിലേക്കും നയിക്കുന്ന ഒരു ദുർശക്തി എന്നും വ്യാപരിക്കുന്നുണ്ട്. അത് ഏതവസരത്തിലും അവനെ വീഴിക്കും. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു, നീ അതിനെ ജയിക്കണമെന്ന് കർത്താവ് പഠിപ്പിച്ചു. ഓപ്പൺ ഡോർ വിൽ ടെംപ്റ്റ് ഈവൻ എ സെയിന്റ്. എത്രയെത്ര വിശുദ്ധന്മാരെ അവൻ വീഴിച്ചിട്ടുണ്ടെന്നറിയാമോ? വിഷസർപ്പമേ നിന്നെ വിട്ടോടിലും വിദ്രുതം നീ പാഞ്ഞുതം സിപ്പുമർത്യരേ. മുനിയുടെ മനം കരണ്ടു ഊർധമാക്കിയിടുന്ന മുഷികനത്രേ വിഷയാശ നിർണയം. ദഗനനെ അശിച്ചിടാം, ജലനിധി കുടിച്ചിടാം, ക്ഷോണീതരത്തിനെ കരമതിലെടുത്തിടാം. മാനസത്തിൻ യമം, മനസ്സിനെ പിടിച്ചു നിർത്തുവാൻ, കുച്ചുവിലങ്ങിടുവാൻ കഴിയണം നമുക്ക്. അതാണ് ജയജീവിതം. അങ്കുലി പരിമിതമായ വിശുദ്ധന്മാർക്ക് മാത്രമേ അത് കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ അളവ് പോലിരിക്കുന്നത്. ദൈവം കൂട്ടിച്ചേർത്ത ഭാര്യാഭർത്തൃ ബന്ധം പവിത്രമായി കാത്തുസൂക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ദൈവം ഇഷ്ടപ്പെടാഞ്ഞ ഈ കാര്യം കർത്താവ് മുഖാന്തരം ഒരു സാധ്യതയിലേക്ക് എത്തി എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുക. യഹോവയായ ദൈവത്തിന് ഇത് ഇഷ്ടമായിരുന്നുവെങ്കിൽ രണ്ടുപേരെയും വിളിച്ച് ശാസിക്കുകയും ശപിക്കുകയും ചെയ്യുകയില്ലായിരുന്നു. ദാവീദ് പറയുന്നു, ഇതാ അകൃത്യത്തിൽ ഞാനൊരു വാളി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. പൗലോസ് പറയുന്നു, പ്രകൃതിയാൽ നാം എല്ലാവരും കോപത്തിന്റെ മക്കൾ. ദൈവത്തിന്റെ വചനമനുസരിച്ച് സുവിശേഷം നിമിത്തം അന്യോന്യം പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ നമ്മൾക്ക് നല്ല സന്താനങ്ങളെ ദൈവം തരും. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ അനുവദിച്ച ഈ കാര്യം അന്വർത്ഥമായി അനുഗ്രഹമായി ഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ അവർക്ക് യഹോവയായ ദൈവം മക്കളെ നൽകുമ്പോഴാണ്. മക്കളെ യഹോവ നൽകുന്ന അവകാശം ഉദരബലം, അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെ കൊണ്ട് തന്റെ ആവനാഴി നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇവിടെ നാം ഒരു മർമ്മം ദൈവം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചു പഠിക്കണം. 127-ാം സങ്കീർത്തനവും 128-ാം സങ്കീർത്തനും ഒരു കുടുംബത്തിന്റെ ചരിത്രം പറയുന്ന സങ്കീർത്തനമാണ്. 128-ാം സങ്കീർത്തനത്തിൽ യഥാർത്ഥമായിരിക്കുന്ന ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബത്തെക്കുറിച്ച്, ദൈവം നൽകിയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവഭക്തനായ ഒരു പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. 127-ാം സങ്കീർത്തനത്തിൽ പറയുന്ന കേട്ടില്ലേ,
അങ്ങനെയുള്ളവർ നഗരവാതിക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ ലജ്ജിച്ചു പോകുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരു കുരുക്ഷേത്ര കുടുംബവും ഒരു കൃപയുടെ കുടുംബവും തമ്മിലുള്ള അന്തരം ദൈവാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകലരെയും മുറിവേൽപ്പിക്കുന്ന വില്ലാളികളെപ്പോലെ ഉള്ള മക്കൾ ധാരാളം ഇന്ന് ജനിക്കുന്നുണ്ട്. ഭീകരന്മാര്, എത്ര ക്രൂരന്മാരായ സന്താനങ്ങൾ ഓരോ വീട്ടിൽ ജനിക്കുന്നില്ലേ? പീഡിപ്പിച്ചു കൊല്ലുന്നു, കുത്തിക്കൊല്ലുന്നു, സ്വർണം കടത്തുന്നു, ഭീകരപ്രവർത്തനങ്ങൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നു. ഇതെല്ലാം കുടുംബത്തിൽ നിന്നാണ് പോകുന്നത്. അനേകരെ മുറിവേൽപ്പിക്കുന്ന വില്ലാളി വീരന്മാരെ പ്രസവിക്കുന്ന വഴിപിഴച്ച ജീവിതത്തിലുണ്ടാകുന്ന സന്താനങ്ങൾ അത് ദൈവഹിതമല്ല. എന്നാൽ 128 സങ്കീർത്തനത്തിൽ ഒലിവ് തൈകൾ പോലെയുള്ള മക്കൾ ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്ന പുഷ്ടിയുള്ള ഒലിവ് തൈയെക്കുറിച്ച് ന്യായാധിപന്മാർ 9 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദൈവകൃപയുടെ സന്താനങ്ങൾ, ദൈവാനുഗ്രഹം ഒരു ഭവനത്തിൽ ഉണ്ടാകണമെങ്കിൽ വിശുദ്ധ ജീവിതത്തോടെ ഭാര്യാഭർത്തൃ ബന്ധം കാത്തു സൂക്ഷിക്കണമെന്നാണ് 2 സങ്കീർത്തനങ്ങളിൽ നിന്നായി ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. ആത്മീയ ചൈതന്യം വഴിഞ്ഞൊഴുകുന്ന യഹോഭക്തന്റെ കുടുംബം, അവരുടെ മക്കൾ, അവരുടെ ചുറ്റുപാടുകൾ, അവരുടെ കൃഷി, അവരുടെ കന്നുകാലികളുടെ ആടുകളുടെ പിറപ്പ്, ഇതൊക്കെ എത്രയോ സുന്ദരമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. പിശാച് വിതച്ച വിത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിലായപ്പോൾ അതിന്റെ തിക്തഫലങ്ങളിൽ നിന്ന് അവനെ ദൂരീകരിക്കുവാൻ അനുഗ്രഹീതമായിരിക്കുന്ന സഭാജീവിതം, സഭയുടെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ നാം നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല ദേശത്തിന്, രാഷ്ട്രത്തിന് ഒരു മുതൽക്കൂട്ടായിത്തീരും. മനോഹരമായിരിക്കുന്ന വിവാഹ ഉപദേശങ്ങൾ തിരുവെഴുത്തിൽ നിന്ന് പഠിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു കുടുംബജീവിതം ഞങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ച യേശുപ്പച്ച സഭ മുഖാന്തരം അത് ഞങ്ങൾക്ക് വെളിവാക്കി തന്നിരിക്കുന്നു. സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ മാനിക്കണമേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. 127 സങ്കീർത്തനം പോലെ അല്ല, വീരന്റെ കയ്യിലെ മൂർച്ചയുള്ള അസ്ത്രങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. അനേകരും മുറിപ്പെടുത്തുന്ന വില്ലാളികളെ ഞങ്ങൾ പടയ്ക്കാൻ ഞങ്ങൾക്കിടയാകരുതേ. ഒരു പടപ്പുറപ്പാട് ഞങ്ങളുടെ കുടുംബജീവിതത്തിലില്ല. എന്നാൽ സ്നേഹത്തിന്റെയും സഹിഷ്ണുതയും ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന പുഷ്ടിയുള്ള കുട്ടികൾ ഞങ്ങൾക്ക് ലഭിക്കണം. അവരെ പത്യോപദേശത്തിൽ പോറ്റി വളർത്താൻ കൃപ തരണം. മക്കളെ യഹോവ നൽകുന്ന ഉദരബലവും പ്രതിഫലവുമാക്കി തീർക്കണമേ. സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.